പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനങ്ങൾ ഈ നിമിഷങ്ങളിൽ അനേകർക്ക് സൗഖ്യം വിടുതലുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ അച്ഛന് ഫോൺ ചെയ്ത് അറിയിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം മുഴുവൻ ഒന്നിച്ചിരുന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിലെ +2 പഠിക്കുന്ന ഒരു മകൻ്റെ ശരീരത്തിലെ രോഗകരമായ മുഴ, വർഷങ്ങൾ പഴക്കമുള്ള മുഴ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മകൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളോടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു വെളിപാടുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ സമയം രോഗികൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. കഠിന ഹൃദയങ്ങളായിരിക്കുന്നവർ യേശുവിനെ നാമം വിളിച്ച് അപേക്ഷിക്കട്ടെ. അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു.
സ്വർഗീയ വിടുതൽ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ദാനമായി നൽകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഉന്നതത്തിൽ നിന്നും അങ്ങയുടെ ശക്തിയെ ഇപ്പോൾ അവിടുന്ന് വർഷിക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഇപ്പോൾ ജനങ്ങളും ജനപദങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. രോഗത്തിലിരിക്കുന്നവർ, കെട്ടുകളിലിരിക്കുന്നവർ, പൈശാചിക പിടകളിലിരിക്കുന്നവർ, ഭാരത്തിലിരിക്കുന്നവർ, കടബാധ്യതയിലിരിക്കുന്നവർ, തടസ്സങ്ങളിലിരിക്കുന്നവർ, ബന്ധനങ്ങളിലിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തകളിലിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയവരിലേക്ക് ഉണർവിൻ്റെ ആത്മാവ് ഇപ്പോൾ ഒഴുകട്ടെ. ഉണർവിൻ്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവത്തോട് മല്ലടിക്കുകയും മറുതലിക്കുകയും പ്രാർത്ഥന ഉപേക്ഷിക്കുകയും വിപരീത ചിന്തകളിൽ ഇരിക്കുകയും ചെയ്യുന്ന ഓരോ മകനെയും ഓരോ മകളെയും പിതാവേ, ഈ നിമിഷങ്ങളിൽ കരുണാപൂർവം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളെ ശാസിക്കുന്നു. വ്യക്തികളെ പീഡിപ്പിക്കുന്ന അശുദ്ധാരികളോട് കൽപ്പിക്കുന്നു, ദുഷ്ടാത്മാവേ, ദൈവമക്കളെ വിട്ടുപോവുക. ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൽ സന്തോഷിക്കാൻ ദൈവമക്കൾക്ക് തടസ്സമുണ്ടാക്കുന്ന സകല തിന്മയുടെ ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ നിമിഷങ്ങൾ സ്വർഗീയ സ്പർശനത്തിൻ്റെ, സ്വർഗീയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അനേകരുടെ മനസ്സിലൊരു വേദനയുണ്ട്. വർഷങ്ങളായി ദൈവത്തെ അന്വേഷിക്കുന്നവർ, വർഷങ്ങളായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വർഷങ്ങളായി ബൈബിൾ വായിക്കുന്നവർ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർ, അനേകരുടെ മനസ്സിലൊരു വേദന തളം കെട്ടിക്കിടക്കുന്നു. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അനുഭവം കിട്ടുന്നില്ല. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് കിട്ടുന്നില്ല. എനിക്കെൻ്റെ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ഈ അനുഭവത്തിൻ്റെ വേദന ജോബിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ ജോബ് പ്രകാശിപ്പിക്കുന്നു. ഇതാ കർത്താവ് കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. ഇതാ അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ലല്ലോ. ഈ ദിവസങ്ങളിൽ അച്ഛനൊരു സുവിശേഷ ശുശ്രൂഷകനുമായി സംസാരിക്കാൻ ഇടവന്നു. 10-50 വർഷത്തിലധികം നന്മ ചെയ്ത് ജീവിച്ചൊരു ജീവിതം, 10-50 ആയുഷ്കാലം മുഴുവനും കർത്താവിന് വേണ്ടി വേല ചെയ്തൊരു ജീവിതം. ആ വ്യക്തി പറയുകയാണ്, എനിക്കൊരു അനുഭവം കിട്ടുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊരു അനുഭവം തോന്നുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിഷേകം തോന്നുന്നില്ല, എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം കിട്ടുന്നില്ല. എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലായിരിക്കും, ഞാൻ മരിക്കുമ്പോൾ നരകത്തിലായിരിക്കും പോവുക. നിരാശയുടെ ചിന്ത. ഇത് പിശാചിന്റെ തട്ടിപ്പാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളോളം കർത്താവിനെ ആരാധിക്കുന്നവർ, വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്നവർ, ഒത്തിരി കാലങ്ങൾ കർത്താവിൻ്റെ മാർഗത്തിലൂടെ വിശ്വസ്തയോടെ നടന്നവർ, ഒത്തിരി കാലങ്ങൾ കർത്താവിൻ്റെ വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ പിശാച് നൽകുന്ന കഠിനമായ ഒരു പ്രലോഭനമാണ് വിശ്വാസത്തിനെതിരെയുള്ള പ്രലോഭനം, പ്രാർത്ഥനാ ജീവിതത്തിനെതിരെയുള്ള പ്രാർത്ഥിക്കുന്നവർക്കേ പ്രാർത്ഥനാ ജീവിതത്തിന് എതിരെയുള്ള പ്രലോഭനം ഉണ്ടാവുകയുള്ളൂ. വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിന് എതിരെയുള്ള പ്രലോഭനം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് നേരിടുന്ന ഒരു വലിയ പൈശാചിക പീഡയാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലായിരിക്കും, എനിക്കൊരനുഭവം കിട്ടുന്നില്ല, എനിക്കൊരനുഭവം കിട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും എത്രമാത്രം വിശുദ്ധിയിലിരുന്നാലും എൻ്റെ ദൈവം എനിക്ക് അനുഭവം തരണം എന്ന് പറയാൻ മാത്രമുള്ള വിശുദ്ധി നമുക്കില്ല. നമ്മുടെ വിശുദ്ധിയുടെ തോതനുസരിച്ചല്ല ദൈവം നമുക്ക് അനുഭവം തരുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ വളർച്ചയുടെ തോതനുസരിച്ചല്ല ദൈവം നമുക്ക് ദൈവിക ഇടപെടലുകൾ നൽകുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ് ഈസ് ടോട്ടലി അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഓഫ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം തൻ്റെ ദാസർക്ക് നൽകുന്ന പരിപൂർണമായൊരു ദാനമാണ്, അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ ഒരു ദാനമാണ് വിശുദ്ധി, ദൈവാനുഭവം. ഹല്ലേലൂയ. അത് നമുക്ക് അവകാശപ്പെട്ടെടുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ചക്കമടൽ കാണിച്ചു, പശുക്കിടാവ് പിന്നാലെ വന്നു, ധാന്യം വിതറി, ഉടനെ കാക്കകൾ മുറ്റത്തേക്ക് വന്നു. ഇതുപോലെ ദൈവാനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ അതുപോലെ അധപ്പതിക്കരുത്. ദൈവാനുഭവത്തെക്കുറിച്ച് ജീവിതം വിലകെട്ട ചിന്തകൾ നമ്മൾ വെക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവാനുഭവം കിട്ടണം എന്ന് നാം അങ്ങനെ കാണരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് അത് നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് അത് അഭിഷേകമായി നൽകും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പൈതൽ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിൻ്റെ ബലത്തിലല്ല, വിശ്വാസത്തിൻ്റെ ശക്തിയാലത്രേ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉറച്ചു നിന്ന് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ അനുഭവത്തിൻ്റെ ബലത്തിൽ ജീവിക്കുക എന്നല്ല കർത്താവ് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. എൻ്റെ നീതിമാൻ അനുഭവത്തിൻ്റെ മേൽ അനുഭവം കിട്ടി അങ്ങനെ ജീവിക്കുക എന്നല്ല വചനം പഠിപ്പിക്കുന്നത്. എൻ്റെ നീതിമാന് അനുഭവം ഇല്ലെങ്കിലും, എൻ്റെ നീതിമാന് ദീർഘകാലം മരുഭൂമി അനുഭവമാണെങ്കിലും, ആ മരുഭൂമി അനുഭവത്തിൽ എൻ്റെ നീതിമാൻ എൻ്റെ വാഗ്ദാനങ്ങൾ ഓർത്ത് ജീവിക്കും. എൻ്റെ നീതിമാൻ എൻ്റെ കൽപ്പനകളും വാഗ്ദാനങ്ങളും മനസ്സിൽ നനച്ച് ജീവിക്കും. എന്നെ ഓർത്തവൻ ജീവിക്കും. വിശ്വാസം മൂലം എൻ്റെ നീതിമാൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് കാലങ്ങൾ ആത്മീയ വഴികളിലൂടെ നടന്നു കഴിയുമ്പോൾ പിശാച് അങ്ങനെയുള്ള വ്യക്തികളെ പീഡിപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്ന മൂർച്ചയേറിയ ഒരായുധമാണ് എന്തുകൊണ്ട് എനിക്ക് അനുഭവം കിട്ടുന്നില്ല, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും, ഇത്രമാത്രം ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിട്ടും, ഇത്രമാത്രം ഞാൻ സുവിശേഷ വേല ചെയ്തിട്ടും, ഇത്രമാത്രം ഞാൻ ബൈബിൾ വായിച്ചിട്ടും എനിക്കൊരു അനുഭവം കിട്ടുന്നില്ലല്ലോ. എന്നാൽ ഇത്രയും കാലം കള്ളു പിടിച്ച്, ഇത്രയും കാലം ചീട്ട് കളിച്ച്, ഇത്രയും കാലം തോന്നിയാസം നടന്ന അവർ ഇന്നലെ ചെന്ന് പ്രാർത്ഥിച്ചു, കൈ ഉയർത്തി, കൈയടിച്ചു, പാടി, ഉടനെ പെട്ടെന്ന് അവർക്ക് വലിയ അനുഭവം കിട്ടിയില്ല, എനിക്കൊരു അനുഭവം കിട്ടിയില്ലല്ലോ. ഇത് ഒരു പൈശാചിക പീഡയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. താമസിച്ച് ധ്യാനം കൂടുന്ന അനേകരുടെ ജീവിതത്തിൽ അവർ കുമ്പസാരിച്ച് നല്ല വിശുദ്ധിയും ദൈവകൃപയും പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ അവർ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് പ്രാർത്ഥന ഒരു അനുഭവമാകുന്നില്ല, എനിക്കൊരു അനുഭവം കിട്ടുന്ന പോലെ തോന്നുന്നില്ല. ഒരു നിരാശയുടെ ചിന്ത അവരുടെ മനസ്സിലേക്ക് പിശാച് പാകി, ഒരു നിരാശയുടെ വിത്ത് പിശാച് വിതച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വഞ്ചിതരാകരുത്, നിങ്ങൾ ഭോഷ്ക് ചിന്തിക്കരുത്. എന്താ ദൈവത്തിൻ്റെ വചനം മക്കൾക്ക് നൽകുന്ന നിർദ്ദേശം? 37-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം, പരിഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഡു നോട്ട് ഫ്രെറ്റ്, ഇറ്റ് വിൽ ലീഡ് ഓൺലി ടു ഈവിൾ. പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. 37-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യം, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. എനിക്ക് അനുഭവം ഇല്ലെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ അറിയാം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കും എന്ന് പറയുക. സ്വസ്ഥനായിരിക്കുക. പൈശാചിക പീഡയെ കെടുത്തി കളയുക. നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, വിശ്വാസ ബോധ്യങ്ങൾ കൊണ്ട്, വിശ്വാസ വചനങ്ങൾ കൊണ്ട് പൈശാചിക പീഡയെ നിങ്ങൾ മുറിച്ച് കളയുക. നിങ്ങളിങ്ങനെ പറയണം, എനിക്ക് അനുഭവം ഇല്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. എൻ്റെ ആയുസിൻ്റെ അന്ത്യദിനം വരെയും എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ നിലനിൽക്കും. എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ വിശുദ്ധിയിൽ തന്നെ ജീവിക്കും. എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മുടക്കുകയില്ല. ഞാൻ എൻ്റെ സന്ധ്യാപ്രാർത്ഥന മുടക്കുകയില്ല. ഞാൻ എൻ്റെ ക്രമമനുസരിച്ചുള്ള എൻ്റെ ആധ്യാത്മിക ജീവിതം ഞാൻ മുറ
ചിട്ടയായി ക്രമമായി ചിട്ടയായി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എനിക്ക് അനുഭവം ഇല്ലെങ്കിലും ഞാൻ ബൈബിൾ വായിക്കും, എനിക്ക് അനുഭവം ഇല്ലെങ്കിലും ഞാൻ ബലി അർപ്പിക്കും, എനിക്ക് അനുഭവം ഇല്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ ആരാധനയിൽ പങ്കുചേരും, എനിക്ക് അനുഭവം ഇല്ലെങ്കിലും ഞാൻ വചനം കേൾക്കും, എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ പാട്ടുകൾ പാടും, എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ വിശ്വാസ വചനങ്ങൾ കൊണ്ട്, അഭിഷേക വചനങ്ങൾ കൊണ്ട് പിശാചിൻ്റെ കൂരമ്പുകളെ, പിശാചിൻ്റെ കെണികളെ നിങ്ങൾ മുറിച്ച് തകർത്ത് കളയണം. ഹല്ലേലൂയ. ദുഷ്ടനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ പരിശ്രമിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഷുവർ ദാറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ്. ദൈവാനുഭവത്തെക്കുറിച്ച് വലിയ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഷുവർ ദാറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ്. പ്രൈസ് ദി ലോർഡ് എന്ന് വിചാരിച്ച് പരിശ്രമിക്കാതിരുന്നാലോ? പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡെഡ് ഷുവർ ദാറ്റ് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്കത് ലഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. റോമാലേഖനം 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുക, മടുപ്പ് കൂടാതെ കർത്താവിന് അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുക, മടുപ്പ് കൂടാതെ കർത്താവിനെ തേടുക. വലിയ വലിയ ദേവദാസന്മാർ, ഉന്നതരായ ആളുകൾ, വലിയ വലിയ ശക്തിയുള്ള ദൈവപുരുഷന്മാർ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നത്? എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിച്ചത്? യെശയ്യാ 26:17 ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. ഇവർക്കെല്ലാം എന്നും ദൈവാനുഭവം ഉണ്ടായിരുന്നോ? നിങ്ങൾ ചിന്തിക്ക്. അപ്പോസ്തലനായ പൗലോസ്ലീഹ, സാവൂൾ, അദ്ദേഹം ആ കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന സമയത്ത് പ്രകടമായൊരു അനുഭവം ഉണ്ടായി. പിന്നീട് മരുഭൂമിയിൽ വെച്ച് ചില അനുഭവങ്ങളുണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില അനുഭവങ്ങൾ കർത്താവ് കൊടുക്കുന്നല്ലാതെ 24 മണിക്കൂറും ആ കുതിരപ്പുറത്ത് നിന്ന് വീണപ്പോൾ ഉണ്ടായ പോലെ നിർവൃതിയിൽ, അനുഭൂതിയിലായിരുന്നില്ല അവരുടെ ജീവിതം. അവർ ഒരിക്കലൊരു അനുഭവം കിട്ടിയപ്പോൾ ആ അനുഭവത്തിൻ്റെ ബലത്തിൽ, ഒരിക്കലൊരു വചനം കിട്ടിയപ്പോൾ ആ വചനത്തിൻ്റെ ബലത്തിൽ, ഒരിക്കൽ കർത്താവിന് ഒരു വാഗ്ദത്തം ഹൃദയത്തിൽ പതിച്ചു കിട്ടിയപ്പോൾ ആ വാഗ്ദത്തിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വാസത്തോടെ മുന്നിലുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആകയാൽ നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, എനിക്ക് അനുഭവമൊന്നും കിട്ടിയില്ല. ഞാൻ ഇത്രയും ധ്യാനിച്ചു, പല ധ്യാനങ്ങൾക്ക് പോയി, എനിക്കൊരു അനുഭവം കിട്ടിയില്ല. ഞാൻ ഇത്രയും കാലം സുവിശേഷ വേല ചെയ്തു, എനിക്കൊരു അനുഭവം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനതെല്ലാം നിർത്താൻ പോവുകയാണ്. ചിന്തിക്കരുത്, ഭോഷ്ക്ക് ചിന്തിക്കരുത്, നാശം ചിന്തിക്കരുത്, വിപരീതം ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിൻ്റെ വഴിയുണ്ട്, കർത്താവിൻ്റെ സമയമുണ്ട്. കർത്താവിൻ്റെ സമയത്ത്, കർത്താവിൻ്റെ പദ്ധതി പ്രകാരം കർത്താവിൻ്റെ നന്മകളാൽ നമ്മളെ നിറയ്ക്കും. വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ആന്തരിക മണ്ഡലത്തിൽ കത്തിപ്പടരാൻ വേണ്ടി ആഗ്രഹിക്കുക. കണ്ണുകൾ ഇപ്പോൾ അടയ്ക്കുന്നു. മകനെ, മകളെ, ഈ നിമിഷം നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ നിമിഷം നീ ഹൃദയത്തിൽ തട്ടി യേശുവിനെ വിളിക്കുമെങ്കിൽ, ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് അത്ഭുതമുണ്ട്. ഇപ്പോൾ നീ ഇരിക്കുന്നിടത്ത് നീ ആത്മാവിനാൽ ജ്വലിക്കാൻ ആരംഭിക്കും. ഇപ്പോൾ അഭിഷേകം നീ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇതാ പ്രവഹിക്കുകയാണ്. മകനെ, മകളെ, കണ്ണടയ്ക്കുന്നു. വിശ്വാസത്താൽ ഹൃദയത്തെ ജ്വലിപ്പിക്കുക. യേശുവിനെ വിളിക്കുക. രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ തളർച്ച, ആത്മീയ ജീവിതത്തിൻ്റെ മരവിപ്പ്, ആത്മീയ ജീവിതത്തിൻ്റെ മന്ദത, പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ, ആത്മീയ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സ ചിന്തകൾ ഇപ്പോൾ അവിടുന്ന് ദഹിപ്പിച്ച് കളയണമേ. അങ്ങയുടെ അഗ്നി, ഉന്നതങ്ങളുടെ അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി ഇപ്പോൾ ഞങ്ങളുടെ മേൽ
കത്തി പടരട്ടെ. എല്ലാ ബോഷ്ക ചിന്തകളും കത്തി ദഹിക്കട്ടെ. എല്ലാ വിപരീത ചിന്തകളും ദഹിച്ച് ചാമ്പലാകട്ടെ. എല്ലാ നാശചിന്തകളും വേരോടെ അറ്റുപോകട്ടെ. പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഓരോ മകനും ഓരോ മകളും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷം പുത്രന്റെ മഹത്വമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. പിതാവേ, പുത്രന്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഇത് നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും പിതാവേ തിരുക്കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പുത്രൻ്റെ നാമത്തോട് ചേർത്ത് പിതാവേ തിരുക്കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവീക നന്മകൾ, അവിടുന്ന് നമുക്ക് നൽകിയ സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയും അഭിഷേകമെല്ലാം മങ്ങിപ്പോയ സാഹചര്യത്തെ ഓർത്ത് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ വഴികളിൽ കർത്താവ് കൈപിടിച്ച് നടത്തുമ്പോൾ അതിനെ വിലമതിക്കാതെ അസ്വസ്ഥതയും അവിശ്വാസ ചിന്തകളും ഹൃദയത്തിൽ താലോലിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കും. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ കർത്താവ് അവരുടെ കൂടെ വസിക്കുന്നു. യേശയ്യ 57:15 ഈ നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കൂടെ കർത്താവ് തൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും യേശു ക്രിസ്തുവിലേക്ക് ഉയർത്താം. ഇപ്പോൾ എവിടെയാണോ അവിടെ ഇരുന്ന് കർത്താവിനെ വിളിക്കുക. കർത്താവിൻ്റെ ശക്തി സകല ലോകങ്ങളുടെ മേലും വ്യാപരിക്കുന്ന അത്ഭുത ശക്തിയാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന ശക്തിയാണ്. സകല ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സൗഖ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ അവിടുത്തെ സ്പർശനങ്ങൾ ഇപ്പോൾ അത്ഭുതകരമായി സംഭവിക്കട്ടെ. കഠിനമായ ബന്ധനങ്ങളിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം രോഗപീഡയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ രോഗബന്ധനങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ രോഗബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന പീഡകൾ ഒഴിവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ച് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം വയ്ക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. ഭർത്താവിൻ്റെ പേര് ജോസഫ്. ഗൾഫിലാണ്. ആൾക്ക് 2 വർഷമായിട്ട് അൾസറിൻ്റെ ഭയങ്കര വയറുവേദനയും ഛർദിയും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. 3 സ്പെഷ്യലിസ്റ്റുകളെ കണ്ടു. ലേക്ക് ഷോറിൽ പോയിട്ട് എൻഡോസ്കോപ്പ് ചെയ്തു. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ് മരിക്കുന്ന വരെ മരുന്ന് കഴിക്കണം, ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര നിരാശയിലായിരുന്നു. അങ്ങനെ സെഹിയോനിൽ പോയിട്ട് 6 മാസം മുമ്പ് സെഹിയോനിൽ പോയിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ കയ്യുമൊരു ചൂട്, ഭയങ്കര ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചു. പിന്നെ ഇതുവരെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. വളരെ സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത്. ഇതുവരെ ഒരു മരുന്നും കഴിക്കേണ്ടത്, ഒരു അസ്വസ്ഥയില്ല. എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ഡോക്ടേഴ്സ് 10-15 ഭക്ഷണം മാത്രമേ പറഞ്ഞുള്ളൂ, അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാം കഴിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ മാത്രമാണ്. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ലേക്ക് ഷോറിൽ പോയി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തതാണ്. 3 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു മരിക്കുന്ന നേരം മരുന്ന് കഴിക്കണം. യേശുവേ,
ഈശോ വലിയ അത്ഭുതം ചെയ്ത് രക്ഷിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വീശി വീശി അടിച്ച് അത്ഭുതങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.